ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ ലോങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് മിസ്റ്റേക്സുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ്, അതിനെന്തൊക്കെ സൊല്യൂഷൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി ഞാൻ അതിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂട്ടിലൈസ് ദ റിസോഴ്സസ് എഫക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് പല റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ യൂട്യൂബ് ആയിക്കോട്ടെ, ഇപ്പോൾ സൈലം, എക്സാമിനർ, എജ്യൂപോർട്ട്, അങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് A+ എഡ്യൂക്കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അതിൽ SSLCക്ക് വേണ്ട എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് കമ്മ്യൂണിറ്റി ടാബുകൾ. കമ്മ്യൂണിറ്റി വാട്സപ്പിലായിട്ട് ഇങ്ങനെ കുറച്ച് കുട്ടികൾ സംഘടിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതും അടിപൊളിയായിട്ട് റിസോഴ്സ് ചെയ്യും. പിന്നെ ChatGPT, ജെമിനി, അങ്ങനെയുള്ള AI ഇതൊക്കെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിനും ഒക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഇനി ട്യൂഷൻസ് ആയിക്കോട്ടെ, അതും കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. അതും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിസോഴ്സസിലൂടെ തീർക്കാൻ പറ്റും. പിന്നെ ലാബ്രിൻ്റെ പോലുള്ള ബുക്കുകളും ഇങ്ങനെയുള്ള അടിപൊളി സാധനങ്ങൾ നമുക്ക് റിസോഴ്സസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നമ്മൾ പെൻഡിങ് വെക്കരുത്. പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ അത് തീർക്കാനാണ് പണി. അപ്പോൾ നമ്മളൊരു ദിവസം ലീവ് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പിറ്റേ ദിവസം ഒന്നെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് പ്രിഫർ ചെയ്തിട്ട് അതിൻ്റെ ക്ലാസ്സസ് വരുമ്പോൾ അത് ഇരുന്ന് കാണാം. അല്ലെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. പിന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ആയുള്ള സെഷനാണ്. നമുക്ക് ഇപ്പം ഡൗട്ടല്ല, നമ്മൾ ലീവായത് തീർക്കാനുള്ളതാണ്. പിന്നെ എനിക്ക് ആ ടോപ്പിക് ഇട്ട് കൊടുത്താൽ ഏത് ക്ലിയർ ആയിട്ട് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞുതരും, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് വരും. ഇനിയിപ്പോൾ രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂട്ടി പറഞ്ഞുതരും. അപ്പം അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് അത് ഒരു ടീച്ചർ പറഞ്ഞവരുടെ പോലെ പറഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വൃത്തിക്ക് പറഞ്ഞു തരും. പിന്നെ സ്ക്രീൻ ടൈം കുറക്കാന്നുള്ളതാണ്. പിന്നെ അടുത്ത അടിപൊളി ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞാനും ഏറ്റവും വലിയ നേരിട്ടൊരു സംഭവമാണ് ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സംഭവം. അത് ഭയങ്കര കൂടുതലാണ് എനിക്ക്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പറാവാം, നമുക്ക് വിചാരിച്ചത് എന്തും നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.